നോമ്പായ പിന്നെ ചോറ് കഴിക്കാനൊക്കെ നമുക്ക് ഭയങ്കര പൂതിയാവും. ഇന്ന് ഞാൻ ഉമ്മയോട് പറയുന്നു പൊതിച്ചോറാക്കാന്നുള്ളത്. ബൈ ദ ബൈ, ഈ പൊതിച്ചോറിൽ നമുക്ക് ചിക്കനും മീനും ഒന്നുമില്ല. അപ്പോൾ നമ്മൾ നല്ല ഫ്രഷ് ബനാന ലീഫ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇല നന്നായിട്ട് കഴുകിയിട്ട് ജസ്റ്റ് ഒന്ന് വാട്ടി കൊടുക്കുക. പിന്നെ അതാ ഞാൻ ചോറിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഡിഷസ് ആയിട്ട് വരുന്നത് പൊട്ടാറ്റോ ഫ്രൈ, പിന്നെ നല്ല പയറുപ്പേരി ഉണ്ടായിരുന്നു. പിന്നെ ഇതാ മെയിനായിട്ടാണ് നമ്മളെ തേങ്ങാ ചമ്മന്തി, നല്ല എന്താ പറയുക, എന്തൊക്കെ ചേർത്തിട്ടുണ്ടാക്കിയ തേങ്ങാ ചമ്മന്തി ഉണ്ട്. പിന്നെ ഉമ്മയുടെ സ്പെഷ്യൽ ഐറ്റമാണ് കേട്ടോ ഈ ഒരു ചമ്മന്തി, ഉള്ളിച്ചമ്മന്തി. ഉള്ളി മുളകൊക്കെ ഇട്ടിട്ടുണ്ടാക്കുന്ന ചമ്മന്തിയാണ്, നല്ല ടേസ്റ്റാണ്. പിന്നെ നമ്മൾ പൊതിച്ചോരത്തെ മെയിൻ താരമാണ് ഈ ഒരു മാങ്ങ. ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല, തുറമാങ്ങ ആണോ എനിക്കറിയില്ല എന്താ പേരെന്ന്. ഇങ്ങനെ മാങ്ങ ഇങ്ങനെ അരിയൊന്നും ചെയ്യാണ്ട് ഒന്നിങ്ങനെ അച്ചാറിടുന്നതാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ്. ഇത് ആക്ച്വലി നമ്മുടെ ഉപ്പമ്മയുടെ റെസിപ്പിയാണ് കേട്ടോ. ഉപ്പം പണ്ട് ഭരണിയിലൊക്കെ ഇട്ട് വെച്ചിരുന്നത്. അപ്പോൾ ആ ഒരു ടേസ്റ്റിൻ്റെ അവിടേക്കൊന്നും എന്തായാലും എത്തൂല, എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ എന്താണെന്നറിയില്ല, എൻ്റെ ഉമ്മ ഉണ്ടാക്കുന്നില്ല ഇതിലും കടുക് കുറച്ച് കൂടുതലാവും. അച്ചാറിൽ വരെ ഇത്രയും കടുക് വാരി. പിന്നെ നമ്മളൊരു ഓംലെറ്റും കൂടി വെച്ചിട്ട് പൊതി അങ്ങോട്ട് ഫില്ല് ചെയ്തു. അപ്പോൾ എന്താ പൊതിയൊക്കെ സെറ്റായിട്ടുണ്ട്. പിന്നെ മടക്കാൻ ഞാൻ അത്ര എക്സ്പേർട്ട് അല്ലെങ്കിലും ചെറുതായിട്ടൊക്കെ ഉണ്ട് അഡ്ജസ്റ്റ് ആക്കി. അപ്പോൾ എൻ്റെ പൊതി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബാക്കിയുള്ള പൊതിയൊക്കെ ഉമ്മ ഇവിടെ സെറ്റാക്കുന്നുണ്ട്. നമ്മളൊരു 1 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് എടുക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ 1 മണിക്കൂറൊന്നുള്ള ക്ഷമ നമുക്ക് ആർക്കും ഉണ്ടായിരുന്നില്ല. കുറച്ച് ദിവസത്തിന് ശേഷം ചോറ് കഴിച്ചുകൊണ്ടാണ് തോന്നുന്നുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായാൽ കമൻറ്റ് ചെയ്യാം.